എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് അദൃശ്യമാവാൻ കഴിഞ്ഞെങ്കിൽ, മറ്റാരും കാണാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചകളാണല്ലോ നമുക്ക് തടസ്സം. മറ്റുള്ളവരെ ആരും കാണില്ലെങ്കിൽ നമുക്ക് സന്തോഷമായി, അദൃശ്യരായി, സുഖമായി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. ഇത് തന്നെയാണ് H.G. വെൽസിൻ്റെ ഇൻവിസിബിൾ മാൻ എന്നുള്ള കഥയുടെ പ്രമേയം. ഒരു പരീക്ഷണം നടത്തി ഒരാൾ സ്വയം ഇൻവിസിബിൾ ആവുകയാണ്. പക്ഷെ അന്ന് മുതലാണ് അയാളുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വിസിബിൾ ആയിട്ടുള്ള ആ ലോകത്ത് ഇൻവിസിബിളായി, എന്നാൽ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ആ മനുഷ്യൻ ജീവിക്കുന്നത് ഒരുപാട് കോൺഫ്ലിക്ട്സിലൂടെയാണ്. അയാൾക്ക് അത് റീകൺസൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സംഘട്ടനമാണ് ആ ഒരു നോവൽ മുഴുവൻ. മാത്രമല്ല അയാൾ വളരെ അപകർഷതാബോധത്തിൻ്റെ പിടിയിൽ പോലുമാണ്. അദ്ദേഹം മുൻപേ കാണാൻ നല്ലതായിരുന്നില്ല എന്നുള്ള ഒരു അപകർഷതാബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മരവിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ് ഇമോഷൻസ് എല്ലാം അത് കാരണം നഷ്ടപ്പെട്ടു. അദ്ദേഹം എല്ലാത്തിനോടും ഒരു ക്രൂരത, നിസ്സംഗത ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവിസിബിളിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചത്. അവസാനം ആ ഒരു കഥ അദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിസ്ട്രക്ഷനിൽ തന്നെ അവസാനിക്കുകയാണ്. ഇതുപോലെ മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മോശം പറഞ്ഞാൽ നമ്മൾ അവിടെ ചെറുതായി താഴുന്നതായി സ്വയം മനസ്സിലാക്കും. അങ്ങനെ താഴ്ന്ന് മറ്റുള്ളവർക്കായി നമ്മൾ സ്വയം ഇല്ലാതാവുന്ന ഒരു പ്രക്രിയ സംഭവിക്കും. നമ്മൾ ഇൻവിസിബിൾ ആവുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ഇതിനെ നമ്മൾ ആൻറ്റഗണൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ പറയുന്ന ഓരോ വാക്കിനും നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അതിൻ്റെ ഓപ്പോസിറ്റ്, നീ മോശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു 1000 തവണ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ രീതിയിൽ നമ്മൾ കൗണ്ടർ ഫോഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാനായി സാധിക്കുകയുള്ളൂ. ആ രീതിയിലൊരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇൻവിസിബിൾ ആവുന്ന ആ ഒരു പ്രക്രിയ ചിലപ്പോൾ നമ്മളിലെ സംഭവിച്ചേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവിസിബിൾ ആവേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് വേണ്ടി വിസിബിൾ ആവുകയും നമുക്ക് വേണ്ടി ലൈറ്റ് സ്വയം പ്രകാശിക്കുകയും കുറേ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പോലും ആ പ്രകാശം കൊടുക്കാനും സാധിക്കുന്ന ഒരു വിളക്കാവേണ്ട നമ്മളാണ്. ഒരിക്കലും ഇൻവിസിബിളായി മാറേണ്ടതില്ല.